സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകൾ ഇന്ന് നടക്കുകയാണ്. ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷന്മാരെ ഇന്നത്തോടെ അറിയാം. രാവിലെ 10:30 അധ്യക്ഷ തെരഞ്ഞെടുപ്പ്. ഉപാധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ഉച്ച കഴിഞ്ഞ് 2:30 മണിക്കാണ്. ജില്ലാ പഞ്ചായത്തുകളിൽ കലക്ടർമാരും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിശ്ചയിച്ച ഉദ്യോഗസ്ഥരുമായിരിക്കും വരണാധികാരികൾ. അപ്പോൾ നമുക്ക് വിവിധ ജില്ലകളിൽ നിന്ന് ആരൊക്കെയാണ് ചേരുന്നതെന്ന് നോക്കാം. തിരുവനന്തപുരത്ത് നിന്ന് സഫ്വാൻ VP, കൊച്ചിയിൽ നിന്ന് മുക്സിന സു, കോഴിക്കോട്ട് നിന്ന് അന്നീസലി. ആദ്യം നമുക്ക് തിരുവനന്തപുരത്തേക്ക് സഫാനിലേക്ക് തന്നെ പോകാം. സഫാൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഇപ്പോൾ കോർപ്പറേഷന്റെ നായകരെയും അവരുടെ നയിക്കാനുള്ള ആളുകളെയും ഒക്കെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഗ്രാമ ബ്ലോക്ക് ലെവലിലേക്കൊക്കെ പോകുമ്പോൾ ഇന്ന് രാവിലെ 10:30 പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കാനുള്ള സമയമാണ്. സ്വാഭാവികമായിട്ടും നേരത്തെ കോർപ്പറേഷനിലുള്ളതുപോലെയൊക്കെ തന്നെ ആളുകളുടെ കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടാകും. വലിയ അത്ഭുതങ്ങളൊന്നും പലയിടത്തും സംഭവിക്കാനില്ല എന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ വിവരങ്ങളുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവയ്ക്കാൻ സഫാൻ? സൂചിപ്പിച്ചതുപോലെ കോർപ്പറേഷൻ നഗരസഭാ തെരഞ്ഞെടുപ്പുകൾ ഇന്നലെ സംസ്ഥാന തലത്തിൽ പൂർത്തിയായിരുന്നു. ഇന്നാണ് ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ്. രാവിലെ 10:30 മുതൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പും വൈകുന്നേരം 2:30 മുതൽ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പും നടക്കും. ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്ത് 28 ഡിവിഷനുകളാണ് ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ളത്. അതിൽ 15, 13 എന്ന നിലയിലാണ് LDFനാണ് മേൽക്കൈയുള്ളത്. കഴിഞ്ഞ തവണ LDFന് 20 സീറ്റ് ഉണ്ടെങ്കിലും വലിയ പിന്നോട്ട് പോകാൻ ഇത്തവണ LDFന് വലിയ പിന്നോട്ട് പോയിരുന്നു. UDF ആണെങ്കിൽ വലിയ നേട്ടം ഉണ്ടായിരുന്നു. എന്നാൽ UDFന് ഭരണം നേടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായിട്ടില്ല. LDFൻ്റെ അധ്യക്ഷ സ്ഥാനാർത്ഥി പ്രിയദർശിനിയാണ്. കല്ലമ്പലം വാർഡിൽ നിന്നുള്ള പ്രിയദർശിനിയാണ്. അവർ തന്നെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരും എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ ഉള്ളത്. കാരണം 15 വാർഡുകളിൽ കേവല ഭൂരിപക്ഷം മറികടന്ന് LDFന് സീറ്റുണ്ട്. അതേപോലെ തന്നെ BP മുരളിയാണ് ഉപാധ്യക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൽ കാര്യമായ മാറ്റങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആ രീതിയിലുള്ള കക്ഷി നിലയിലാണ് നിലവിലുള്ളത്. 11 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു മേൽക്കൈ നേടാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടാൻ UDFന് കഴിഞ്ഞിരുന്നു. 6-5 എന്ന നിലയിലാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ ഏറ്റവും വലിയ കക്ഷി നിലയെ അനുസരിച്ചുള്ള നിലവിലെ അവസ്ഥയുള്ളത്. അതിനപ്പുറത്തേക്ക് നേമം പോലുള്ള ബ്ലോക്കുകളിൽ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ കണക്ക് കൂട്ടുമ്പോൾ ഈ ഭരണസമിതി തെരഞ്ഞെടുപ്പ് ബ്ലോക്കിലും തിരുവനന്തപുരത്ത് നിർണായകമാകാനുള്ള ഒരു സാധ്യതയും കണക്ക് കൂട്ടുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് 73 ഗ്രാമപഞ്ചായത്തുകൾ തിരുവനന്തപുരം ജില്ലയിലുണ്ട്. പഞ്ചായത്തുകളുടെ കാര്യത്തിൽ ഈ ഭരണസമിതിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് വലിയ നിർണായകമാകും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കാരണം 6 ഇടത്ത് തുല്യമായി എല്ലാ മുന്നണികൾക്കും സീറ്റുള്ള ഒരു അവസ്ഥ ഉണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിലുള്ള കണക്ക് പ്രകാരം LDFന് 36 ഇടത്ത് ഒറ്റക്ക് ഭൂരിപക്ഷമുണ്ട്. UDFന് 25 ഇടത്ത് ഒറ്റക്ക് ഭൂരിപക്ഷമുണ്ട്. പക്ഷേ